ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോൻ്റെ ക്വാളിറ്റി കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഉപകാരമായിട്ടുള്ള വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്ന കാര്യവും വീഡിയോ പിടിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്നറിയാം. അപ്പം നിങ്ങളൊക്കെ പലതവണയും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എടുക്കുന്ന വീഡിയോക്ക് ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എടുക്കുന്ന ഫോട്ടോക്ക് ഒരു കിടിലൻ ഫീല് കിട്ടുന്നില്ല, ചെറിയ ബ്ലർ ഫീൽ ചെയ്യുന്നു. അപ്പം നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ. അപ്പം നമ്മൾ അത്ര അടിപൊളിയായിട്ട് നല്ല കിടിലൻ ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പം അതിന് പറ്റിയ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത ഫോട്ടോൻ്റെ ക്വാളിറ്റി, അതായത് അടിപൊളി ക്രിസ്പ്നെസ്സും നല്ല ഫീലിങ്ങും കിട്ടുന്ന രീതിയിലോട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സാധാ ഫോട്ടോ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വെച്ച് താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോട്ടോക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഒരു കിടിലൻ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം ആ ആപ്ലിക്കേഷൻ എന്താണെന്നും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് റെമിനി ഫോട്ടോ എൻഹാൻസർ എന്നാണ്. ഞാൻ ഏതൊരു ആപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ട് ഗുണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അപ്പം ഇത് ഫോട്ടോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ലോഗിനൊക്കെ കാണിക്കും. അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് സെറ്റാക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ എൻഹാൻസ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നേരെ ഗാലറിയിലോട്ട് പോകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് ക്വാളിറ്റി കൂട്ടേണ്ടത് നിങ്ങൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മസ്റ്റായിട്ട് വേണം. അപ്പം ഇത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ക്രിയേറ്റിംഗ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോട്ടോ. യെസ്, അങ്ങനെ നമ്മുടെ ഫോട്ടോ ലോഡായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കാണാം ബിഫോർ ആഫ്റ്റർ എന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ലൈൻ ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കിഡിലൻ ഒരു ഫീല് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ബിഫോർ ആഫ്റ്റർ എന്ന് നമുക്കിവിടെ കാണാം. അപ്പം നമ്മൾ ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോൻ്റെ ക്വാളിറ്റി കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടിപൊളി ആപ്ലിക്കേഷനാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു വർക്ക് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും ഗൈസ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയും കൂട്ടാൻ ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം മേളിൽ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്, അതായത് നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോട്ടോ ക്വാളിറ്റി കൂടി നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നേരെ ഹോം പേജിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ നമുക്കിവിടെ വീഡിയോയും ഇതുപോലെ എൻഹാൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ആ വീഡിയോ എൻഹാൻസ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ ഫോട്ടോ സെലക്ട് ചെയ്തോ അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അതായത് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് വീഡിയോ ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഗൈസ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഇത് നമ്മൾ ഫോട്ടോ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് വീഡിയോക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഫോട്ടോക്ക് ക്വാളിറ്റി കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.